വെൽക്കം ടു ടോപ്പേഴ്സ് മാത്സ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലെ മാത്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലേ. അപ്പം എൻ്റെ ക്ലാസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മുതൽ തുടർച്ചയായ അല്ലെങ്കിൽ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നൊരു ക്വസ്റ്റ്യൻ. ഇത് മിക്കവാറൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതായത് 1 തുടർച്ചയായിട്ട് 50 വരെയുള്ള സംഖ്യകളാണ് അല്ലെ, എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ ഈ 1 തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതായത് 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n × n+1/2. അതാദ്യമേ നമ്മൾ പഠിച്ചു വെക്കണം. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n × n+1/2. അപ്പൊ n എന്ന് പറയുന്ന നമ്പർ എണ്ണമാണ്. ഇവിടുത്തെ എത്ര നമ്പർ ഉണ്ടോ അത്ര എണ്ണത്തെയാണ് n സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിൽ ചെറിയ സംഖ്യ വയ്ക്കാം. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. 1 മുതൽ 10 വരെ 10 സംഖ്യയില്ലേ, അപ്പൊ 10 ആണ്. ആ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10 × അതായത് 10+1 അതായത് n+1 /2 അല്ലെ. അപ്പം എന്ത് കിട്ടും? 10 × 10+1 എന്ന് പറയുമ്പോൾ 11/2. അപ്പം ഇവിടെ നമുക്ക് ഈ 2ഉം ഈ 5ഉം തമ്മിൽ 10 തമ്മിൽ വെട്ടിപ്പോവാം. അപ്പൊ എത്ര കിട്ടും? 5 കിട്ടും അല്ലെ. അപ്പൊ എത്ര കിട്ടും? പിന്നെ ഇവിടെ 11 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 11 × 5 11 5 55. നമ്മൾ കൂടുതലും വെട്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ഈസി ആവുന്നത്. വെട്ടി ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് 11നെ 10 കൊണ്ട് ഗുണിക്കുക. 11 10 110. 110/2 എന്ന് പറഞ്ഞാലും 55 ആണ് ആൻസർ വരുന്നത്. എളുപ്പമാകാത്തവർ ഗുണിച്ചിട്ട് നോക്കുക. അല്ലാത്തവർ വെട്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 ആണ് ആൻസർ. 11 5 55 എന്ന് കിട്ടും. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1 മുതൽ 50 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 50 ആയിരിക്കും. അപ്പം 50 × 50+1/2 അല്ലെ. അപ്പം 50 × 50 1 51/2 എന്ന് കിട്ടും. നമുക്കറിയാം 50നെ 2 കൊണ്ട് ഹരിക്കാം അല്ലെ. 25 2 ആണ് 50. അപ്പം 2ഉം 50 കിട്ടുമ്പോൾ 25 എന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? 25നെ 51 കൊണ്ട് അങ്ങ് ഗുണിക്കണം. ഓവർ 5 5 ഓവർ 2 2 5. പിന്നെ ഇത് 5 × 5 5 25ന് 5 ഇഷ്ടം 2 2 5 10 2 12. ആൻസർ എത്ര കിട്ടും? 5 5 2 7 2 1275 എന്ന് കിട്ടും. അതായത് 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1275 ആയിരിക്കും. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കുക. n × n+1/2. എപ്പ ചോദിച്ചാലും പറയാവുന്ന രീതിയിലാക്കുക. n × n+1/2 ആണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അത് വെച്ചുള്ള കണക്ക്. ഇനി 50ന് പകരം 100 ആണെന്ന് വെച്ചോ, എങ്ങനെ കിട്ടും? നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ 100 × അതായത് 100+1 എന്നൊക്കെ എഴുതി ചെയ്യാം. ഇച്ചിരി കൂടെ സ്പീഡ്, അതായത് മാത്സ് ചെയ്ത് പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കിട്ടും. അപ്പൊ നമ്മൾ സ്പീഡപ്പ് ആവുമ്പോൾ നമുക്കറിയാം 100 വന്നു 101 ആണ്. അടുത്തത് ഒരു സ്റ്റെപ്പ് നമുക്ക് അന്നേരം കുറയ്ക്കാം. 101/2 അല്ലെ. പിന്നെ എന്താണ്? 2നെ 100നെ കൂടെ വെട്ടാം. 50 ആണ്. 50നെ 101 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 50 50 എന്ന് കിട്ടും. 5050
എന്ന് കിട്ടും. അതായത് 101നെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ടൊരു 0 കൂടെ കൂട്ടുക. 101 5 എന്ന് പറയുന്നത് 505 ആണ്. ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളാണെങ്കിലും 1 മുതൽ 50 വരെയാണെങ്കിലും 1 മുതൽ 10 വരെയാണെങ്കിലും 1 മുതൽ 20 വരെയുള്ള സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാലും നമുക്ക് ഒറ്റ ഇക്വേഷനുള്ളൂ, n × n + 1/2 എന്ന് ഓർക്കുക. ഇനി അപ്പൊ നമ്മളിപ്പോ എണ്ണസംഖ്യയുടെ തുക കാണാനാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇരട്ടസംഖ്യയുണ്ട്, ഒറ്റസംഖ്യയുണ്ട് അല്ലെ. അപ്പം ഇനി നോക്കി ഇരട്ടസംഖ്യകളുടെ, അതായത് തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ തുക കാണാനാണെങ്കിൽ ഇക്വേഷൻ നമ്മുടെ എണ്ണൽ സംഖ്യയുടെ എങ്ങനെയാണ് പഠിച്ചത്? n × n + 1/2 എന്ന് പഠിച്ചു. ഇനി ഇരട്ടസംഖ്യയുടെ ആണെങ്കിൽ ഈ 2 ഇല്ല, n × n + 1 ഉള്ളൂ. അതായത് ഇത് ഓർത്ത് വെക്കാൻ, 2 ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാല 2ന്റെ ഗുണിതങ്ങളായിരിക്കും ഇരട്ടസംഖ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇരട്ടസംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ ആ 2 അവിടെ ഇല്ല. ഇരട്ട എന്ന് പറയുന്ന ആ 2 അവിടെ ഇല്ല എന്ന് ഓർക്കുക. എണ്ണൽ സംഖ്യ ആണെങ്കിൽ n × n + 1/2. അതായത് എണ്ണൽ സംഖ്യ നമ്മൾ ഒന്നിനും കൂട്ടി പോകുന്നു. n × n + 1/2 ആണ്. ഇരട്ടസംഖ്യയുടെ, തുടർച്ചയായ ഇരട്ടസംഖ്യയുടെ തുക കാണാനാണെങ്കിൽ അവിടെ 2 എന്ന് പറയുന്നത് ഇല്ല, n × n + 1 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളോട് പറയാണ് ആദ്യത്തെ ഒരു 24, ആദ്യത്തെ 24 ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ ഇവിടെ ഈ 24 ഇരട്ടസംഖ്യ എന്ന് ഞാൻ പറഞ്ഞു n എന്ന് പറയുന്ന നമ്പറാണ്. അപ്പൊ 24 ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 24 എണ്ണം ഉണ്ട്. എവിടം വരെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. 24 ഇരട്ടസംഖ്യകളുടെ തുകയാണ് n നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, n × n + 1 ആണ് നമുക്കറിയാം. അപ്പൊ 24 ഇരട്ടസംഖ്യ n എന്ന് പറയുന്നത് 24 × n + 1 എന്ന് പറയുമ്പോൾ 24 1 25 അല്ലെ. 24 1 25. അപ്പൊ എത്ര കിട്ടും? 24നെ 25 കൊണ്ട് ഗുണിക്കണം അല്ലെ. 24നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 5 20 0 ശിഷ്ടം 2 2 5 10 2 12 2 4 8 2 2 4. അപ്പൊ 0 8 2 10 0 ഇഷ്ടം 4 1 5 1 6 എന്ന് കിട്ടും. 24 × 25 600 ആണ് അല്ലെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്ക് 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാതെ പഠിച്ചു വെക്കണം. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സ്ക്വയറും ക്യൂബും 25 വരെയുള്ള സംഖ്യകൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. അപ്പം 25ന്റെ സ്ക്വയർ നമുക്കറിയാം. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ് അല്ലെ. 25 × 25 എന്ന് പറയുന്നത് 625 ആണ്. ഇവിടെ 25 × 24 എന്ന് പറയുമ്പോൾ ഒരു 24 അങ്ങ് കുറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ 625 നിന്ന് ഒരു 25 കുറച്ച് 600 എഴുതിയാലും പെട്ടെന്ന് ഗുണിക്കാതെ വേണേലും ചെയ്യാൻ പറ്റും കേട്ടോ. അറിയാൻ മേലാത്തവർ ഗുണി ചെയ്യുക, അറിയാവുന്നവർ ഇങ്ങനെ ഒരു ട്രിക്ക് കൂടെ പഠിച്ചു വെക്കുക. 25ന്റെ സ്ക്വയർ 25 × 25 എന്ന് പറയുന്നത് 625 ആണെന്ന് അറിയാമെങ്കിൽ അതിൽ ഒരു 25 കുറയ്ക്കുന്നതാണ് 25 × 24. ഒരു 25 കുറയ്ക്കുമ്പോൾ 600 ആവും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തെ 24 ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുന്നത് 600 ആണ്. ആദ്യത്തെ 10 അല്ല ആദ്യത്തെ 20 ഇരട്ടസംഖ്യകളുടെ തുക നമ്മളോട് ചോദിക്കുകയാണ്. ആദ്യത്തെ 20 ഇരട്ടസംഖ്യകളുടെ തുക ഇവിടെ നമുക്ക് n 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ n × n + 1. അപ്പം 20 × 21 എന്നാണ് അല്ലെ. 21നെ 20 കൊണ്ട് ഗുണിച്ച് എഴുതിയാൽ മതി അല്ലെ. 21ന് ആദ്യം 2 കൊണ്ട് ഗുണിക്കുക. 2 2 2 2 4. പിന്നെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 420 എന്ന് കിട്ടും. അപ്പൊ 20 ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 420 ആണ്. അതുപോലെ ഓരോ സംഖ്യ ഇട്ട് നോക്കുക. n എന്ന് പറയുന്നത് നേരിട്ട് എണ്ണം തന്നിട്ടുണ്ട് എങ്കിൽ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് 100ൽ താഴെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 100ൽ താഴെയുള്ള
ഇരട്ട സംഖ്യകളുടെ തുക എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനുമായിട്ടൊരു വ്യത്യാസമുണ്ട്. നമ്മളോട് ആദ്യം 24 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യ എന്ന്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 100 അല്ല. 100-ൽ താഴെ എത്ര ഇരട്ട സംഖ്യകളുണ്ടോ, അതായത് എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എണ്ണങ്ങളുടെ തുക ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 100-ൽ താഴെ എത്ര ഇരട്ട സംഖ്യകളുണ്ടോ അതാണ് നമ്മൾ ചോദിക്കുന്നത്. 100-ൽ താഴെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്, അതായത് 50 ഒറ്റ സംഖ്യയും 50 ഇരട്ട സംഖ്യയും കൂടെ കൂട്ടുമ്പോഴാണ് 100 ആവുന്നത്. അപ്പൊ 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യയുടെ എണ്ണം എത്രയാണ്? 50 ആണ്. അപ്പം ഇവിടെ എണ്ണെന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ആയിരിക്കും. 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതിയാണ് വരുന്നത്. 50 ഒറ്റ സംഖ്യ 50 ഇരട്ട സംഖ്യയും ചേരുന്നതാണ് 100. അപ്പൊ 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യ 50 എന്ന് പറയുന്നതാണ് n അല്ലെ. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? n × n+1. അപ്പൊ 50 × 51, 51 51 അല്ലെ. 50-നെ 51 കൊണ്ട് ഗുണിക്കുക, അതായത് 51-നെ 5 കൊണ്ട് ഗുണിക്കുക. 5 5 5 25, ഒരു 0 നമുക്ക് ഇട്ട് കൊടുക്കണ്ടല്ലോ. അപ്പൊ ആൻസർ 2550 എന്ന് കിട്ടും. അപ്പൊ 100-ൽ താഴെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ എത്ര കിട്ടും? 2550 എന്ന് കിട്ടും. അപ്പം ഇനി നമ്മളോട് അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 50-ൽ താഴെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ പോലെയാണ്. 50-ൽ താഴെ എന്ന് പറയുമ്പോൾ 50 ഇവിടുത്തെ n അല്ല. 50-ൽ താഴെയുള്ള ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 50-ൽ താഴെ, അത് 25 ഒറ്റ സംഖ്യയും 25 ഇരട്ട സംഖ്യയും കൂടെ ചേരുമ്പോഴാണ് 50 ആകുന്നത്. അപ്പൊ 50-ൽ താഴെയുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 25 എണ്ണമാണ്. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് 25 ആണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? n × n+1 ആണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ 25 × 26 എന്ന് കിട്ടും അല്ലെ. n+1 എന്ന് പറയുമ്പോൾ 25 1 26. അപ്പം 25 ഗുണം 26 എന്ന് പറയുന്നത് എത്ര വരും? 650 എന്ന് വരും. 650 എന്ന് വരും. അപ്പം ഇത് വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യത്തെ ഇത്ര സംഖ്യകളും തന്നിട്ടുണ്ടെങ്കിൽ അത് എണ്ണമാണ്, അല്ലെങ്കിൽ ഇത്ര സംഖ്യകളുടെ താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി വേണം എണ്ണം എടുക്കാൻ. അപ്പൊ നമ്മള് എണ്ണൽ സംഖ്യ, തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. n × n+1. തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1. ഇനി അടുത്തതാണ് ഒറ്റ സംഖ്യ. അല്ലെ, ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ അത് കാണാൻ ഇക്വേഷൻ ആണ് n². ഏതാണോ നമ്പർ തന്നിരിക്കുന്നത് അതിന്റെ സ്ക്വയർഡ്. എണ്ണൽ സംഖ്യക്ക് n × n+1/2, ഇരട്ട സംഖ്യക്ക് n × n+1, ഒറ്റ സംഖ്യക്ക് n² ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് വന്നാൽ ഇവിടെ നമുക്ക് എണ്ണം തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് n എന്ന് പറയുന്ന 15 അല്ലെ. അപ്പൊ നമുക്ക് 15-ന്റെ സ്ക്വയർഡ് അങ്ങ് കണ്ടാൽ മതി. 15-ന്റെ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ 225 വരും. അതായത് 15 × 15 എന്ന് പറയുന്നത് 225 ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ 10 ആണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ആൻസർ വരും. 10-ന്റെ സ്ക്വയർഡ് എന്ന് പറയുന്നത് എത്ര വരും? അതായത് എണ്ണം തന്നിട്ടുണ്ടല്ലോ, ആദ്യത്തെ നമ്പർ അല്ല തന്നിരിക്കും. 10 ഒറ്റ സംഖ്യകളുടെ തുകയെന്നാ പറഞ്ഞിട്ടുള്ളൂ, എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ n², അത് 10² എന്ന് പറഞ്ഞാൽ 100 വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് 50-ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചാൽ 50, ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. 50-ൽ താഴെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്?
25 ഞാൻ പറഞ്ഞു 25 ഇരട്ട സംഖ്യയും 25 ഒറ്റ സംഖ്യയും കൂടെ ചേരുമ്പോൾ 50 അപ്പം 50-ൽ ഈ താഴെ എത്ര ഉണ്ട് 25 ഒറ്റ സംഖ്യയാണ്. അപ്പം നമ്മുടെ n എന്ന് പറയുന്നത് ഇവിടെ 25 ഒറ്റ സംഖ്യയുടെ തുകയാണ് n സ്ക്വയർഡ് ആണ്. അപ്പൊ 25ന്റെ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും 625 വരുന്നത്. ഇനി അടുത്ത 100-ൽ താഴെ ചോദിച്ചാലോ, 100-ൽ താഴെയാ ചോദിക്കുന്നെങ്കിലോ, 100-ൽ താഴെ എത്ര ഒറ്റ സംഖ്യ കാണും 50 ഒറ്റ സംഖ്യകൾ കാണും അല്ലെ. അപ്പൊ n എന്ന് പറയുന്നത് 50ന്റെ സ്ക്വയർഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും 50 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 2500 എന്ന ആൻസർ കിട്ടും. അപ്പം അതും വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. എണ്ണമാണോ തന്നിരിക്കുന്നത് അതോ ഇത്ര സംഖ്യകളുടെ താഴെയാണോ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കാണോ തന്നിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. ഇന്ന് നമ്മൾ എത്ര പഠിച്ചുള്ളൂ, എണ്ണൽ സംഖ്യയുടെ തുകയാണ് ഇക്വേഷൻ n × n+1/2. തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ തുകയാണ് ഇക്വേഷൻ n × n+1/2. ഇവിടെ ഇല്ല ഇരട്ട, അതായത് 2 എന്ന് പറയുമ്പോൾ 2 ഇല്ല. പിന്നെ ഒറ്റ സംഖ്യയുടെ തുകയാണ് ഇക്വേഷൻ n സ്ക്വയർഡ്. ഇത് ബൈ ഹാർട്ട് ആക്കി പഠിക്കുക, ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ആൻസർ അതായത് നമ്മൾ വേറെ സംഖ്യകൾ ഇട്ടിട്ട് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഇത് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ പഠിക്കുക.